ദശകം 15-ലെ 5-ാമത്തെ ശ്ലോകമാണ് വായിച്ച് അർത്ഥം പറയുന്നത്. മമ ഗുണഗണലീലാ കർണനെ കീർത്തനാദേർമയി സുരസരിദോഖ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരുതിത്വം ദേവഹൂത്യൈ നഗാദീ. ഇതിൽ പറയുന്നത് മമ ഗുണഗണ, മമ എൻ്റെ ഗുണഗണങ്ങളെ, ഗുണഗണം വെച്ചാൽ ഗുണങ്ങളുടെ കൂട്ടം എന്ന് വെച്ചാൽ ആ ഗുണങ്ങളെ പറ്റി, സമസ്ത ഗുണങ്ങളെയും എന്നാണ് പറ്റിയും, ലീല ആകർണനൈ ലീലകളെ പറ്റിയും കേൾക്കുന്നത് കൊണ്ടും കീർത്തനം ചൊല്ലുന്നതും, ലീല ആകർണനൈഹി ലീലകളെ പറ്റി കേൾക്കുന്നത് കൊണ്ടും കീർത്തനം ചൊല്ലിയും, മയി എന്നിലേക്ക് സുര ദേവന്മാർ, സരിത് പുഴ, പുഴ വെച്ചാൽ ഗംഗ, ഓഖം ഒഴുക്ക്, പ്രഖ്യ അതിന് തുല്യമായ എന്ന് വെച്ചാൽ ഗംഗാ നദിയുടെ പ്രവാഹത്തിന് തുല്യമായ ചിത്താനുവൃത്തി ആ മനസ്സോടു കൂടിയ മനസ്സോടെ ഭഗവാനിൽ ചെന്നു ചേരണം എന്നാണ്. എന്നുവെച്ചാൽ അത്രയും ഭക്തിയോടുകൂടി ഭഗവാന്റെ അടുത്തോട്ട് ചെല്ലണം എന്നാണ് ഇതിൽ പറയുന്നത്. ഭവതി പരമഭക്തി എല്ലാ ചിന്തകളും അങ്ങയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്. സാഹി തന്നെയാണ് മൃത്യോർ വിജേത്രി ആ മൃത്യുവിനെ ജയിക്കാം. മൃത്യുവിനെ ജയിക്കാന്ന് വെച്ചാൽ മരണത്തിനെ ഇല്ലാതാക്കുക എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മരണഭയം പോലും തന്നെ ഇല്ലാതാക്കുന്നു. കപില തനുരിതി ഇതി ഇപ്രകാരം ത്വം എന്തിരുവടി ദേവഹൂതിയോട് അരുൾ ചെയ്തു. ഭഗവാനായ ആ കപിലമൂർത്തി അമ്മയായ ദേവഹൂതിയോട് പറഞ്ഞു എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ എൻ്റെ ആ ഗുണങ്ങളെ പറ്റിയും ലീലകളെ പറ്റിയും കീർത്തനം ചൊല്ലിയും പാടി പുകഴ്ത്തിയും എന്നിലേക്ക് ആ ഗംഗാജലത്തിൻ്റെ ഒഴുക്കുപോലെ ഉള്ള ആ ഭക്തിയോട് കൂടിയുള്ള മനസ്സോടുകൂടി ഭക്തി ഉണ്ടാകുന്നത്. സാഹി മൃത്യോർ വിജേത്രി ആ മൃത്യുവിനെ പോലും ജയിക്കുക തന്നെ ചെയ്യും എന്നാണ്. കപില തനുരുതിത്വം ദേവഹൂത്യൈ നഗാദി കപിലമൂർത്തിയായ നിന്തിരുവടി ദേവഹൂതിയായ അമ്മയോട് പറഞ്ഞു നഗാദിഹി എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. മമ ഗുണ ഗണലീല കർണനെ കീർത്തനാദേർ മൈസുര സരിദോഖ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർ വിജേത്രീ കപിലതനുരുതിത്വം ദേവഹൂത്യൈ നഗാദീ.